ഈശ്വര 1988 കോക്കോ എന്ന് പറയുന്ന ഈ ഗെയിം ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. അത് വരാനുണ്ടായൊരു സാഹചര്യം, എൻ്റെ അമ്മയുടെ വീട് കാടാങ്കോടാണ്. കാടാങ്കോട് സ്ഥലത്ത് അവിടെ ഭാസ്കര മാഷിൻ്റെ നേതൃത്വത്തിൽ ഒരു കോക്കോ ഗ്രൗണ്ടും പ്രാക്ടീസും നടന്നുകൊണ്ടിരുന്നു. 2-3 വർഷം അവിടെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലത്ത് അവിടെ ഇരുന്ന് പഠിക്കുകയും ആ കളി പഠിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഭാസ്കര മാഷ് ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു കോക്കോ കൊട്ടൈക്കാട് തുടങ്ങിയാലോ, നിൻ്റെ നാട്ടിൽ തുടങ്ങിയാലോ എന്ന് ഭാസ്കര മാഷിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കര മാഷിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിച്ച് 2 മാസത്തെ ഒരു കോച്ചിങ് ക്യാമ്പ് അന്ന് നടത്തി. അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കുട്ടികളെ കണ്ടെത്താനൊക്കെ തന്നെ. ഞാൻ ഉൾപ്പെടെയുള്ള 11 പേരാണ് അന്ന് ടീമിലുണ്ടായിരുന്നത്. 12 പേരാണെങ്കിലും ഒരാളെ തികയാതെ നമ്മൾ ഒരാളിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരാളിനെയും കൂടി ഉൾപ്പെടുത്തി 12 പേരാണ് അന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ ഇറങ്ങിയത് ഫസ്റ്റ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന്. ആ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ വർഷം തന്നെ 2ാം സ്ഥാനം നമ്മൾ വരികയും ചെയ്തു. പിന്നെ നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കളിയുടെ ആവേശം പടലിക്കാടിനെ മാറ്റിമറിച്ചു. ഒരു നാട് മുഴുവനായി ഒരു മത്സരത്തെ നെഞ്ചിലേറ്റി. ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയതിൽ കൊക്കോ കളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന കാര്യത്തിലും അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം ജോലി, ഇപ്പോഴത്തുള്ള പുതിയ തലമുറകളിൽ ജോലിക്ക് കിട്ടുന്നതും ഈ സ്പോർട്സിലൂടെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് വളരെയധികം പ്രാധാന്യം ഈ കൊക്കോയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും അത് നിലനിൽക്കാൻ തന്നെ ഇത്രയും കൊല്ലങ്ങളായിട്ടും ഞങ്ങളുടെ ഈ സ്പോർട്സ് നിലനിൽക്കാൻ തന്നെ കാരണം അത് തന്നെയാണ്. 35 വർഷത്തോളമായി ഇത് നടപടിക്രമങ്ങൾ ഇതേ രീതിയിലാണ് തുടരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ പലവിടെയും പല സ്കൂളുകളിലും ഈ NIC കഴിഞ്ഞ അല്ലെങ്കിൽ നല്ല രീതിയിൽ പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ടവരാണ് ചെയ്തതെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ഈ സീനിയർ പ്ലെയേഴ്സ് പ്ലസ് ഈ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടലിക്കാട് ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഓർമ്മ വച്ചാൽ പിന്നെ ഒറ്റ ചിന്തയേ ഉള്ളൂ, 10 വയസ്സാകണം, നേരെ ഖോഖോ ഗ്രൗണ്ടിലെത്തണം. ഇന്റർനാഷണൽ തലത്തിലേക്ക് ഇപ്പോൾ എല്ലാം മാറ്റിലൂടെ കളിക്കുന്നതുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ കേരളത്തിന് തന്നെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡോർ സ്റ്റേഡിയം വരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതും. അതിപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിൻ്റെ പേര് തന്നെ കേരള നിയമസഭയിൽ ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചുവെന്ന് കേരള നിയമസഭയിൽ ഈ ഗ്രാമത്തിൻ്റെ പേരും ഈ കോക്കോൻ്റെ പേരും നിയമസഭയിൽ ആദ്യമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ GS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ നമുക്കൊപ്പം ഉണ്ട്. ഗോകുലെ നല്ല മിടുക്കൻ പിള്ളേരാണല്ലേ. അവരുടെ പ്രതികരണങ്ങൾ പോലെ തന്നെ ഒരു നാടിനെ മുഴുവൻ വിദ്യാഭ്യാസ നിലവാരമാണെങ്കിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു ഗെയിം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇപ്പോൾ പാലക്കാട് തന്നെ കാവശ്ശേരി, നേരത്തെ എൻ്റെ അറിവാണ്, കാവശ്ശേരിയിലൊക്കെ ഹോക്കി ഇതേപോലെ ഭയങ്കര ക്രേസാണ്. ഈ പടലിക്കോട് കൊക്കോയാണ് അല്ലേ താരം. അതായത് ഈ നമ്മുടെ ഒരു ജീവിതത്തിൽ സ്പോർട്സിന് എത്രമാത്രം സ്ഥാനമുണ്ട്. അതൊരു കളി അല്ലെങ്കിൽ ഒരു നേരം പോക്ക് എന്നുള്ളത് മാത്രമല്ല, അത് കുറേ മനുഷ്യരുടെ ജീവൻ കൂടി അല്ലെങ്കിൽ ജീവിതം കൂടി മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് തെളിയിക്കുകയാണ്. കാരണം ഈ ഒരു പടലിക്കാട് ഒരു ചെറിയ സ്ഥലമാണ്, അധികം ഒന്നും അതിൽ വികസനം വരാത്തൊരു സ്ഥലമാണ്. ആ സ്ഥലത്തെ ആളുകൾ അവർ ഖോഖോ കളിച്ചത് മൂലം അവർക്ക് രാജ്യം തന്നെ, ലോകം തന്നെ കാണാൻ കഴിയുന്നു. അവർ നിരവധി പ്ലെയറാണ്, 40-ലധികം ആളുകൾ സർക്കാർ ജോലിയിൽ ഇന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ
ഒക്കെ നിരവധി പേർ നാഷണൽ പ്ലേയേഴ്സായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്തെ 300 വീടുകൾ ഏകദേശം വരും. ആ വീടുകളിലാണ് ഇത്രയധികം നാഷണൽ പ്ലേയേഴ്സ്, ഇത്രയധികം സർക്കാർ ജീവനക്കാർ. അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ ആ സ്പോർട്സിലൂടെ മാറുകയാണ്. ഇത് 1988 തുടങ്ങിയ യാത്രയാണെന്ന് ആലോചിക്കണം. അതിന് ശേഷം ഓരോരുത്തരായി കൂടുതൽ ഈ ഖോഖോ കളിക്കാൻ വരുന്നു. അങ്ങനെ അവരുടെയൊക്കെ തന്നെ ജീവിതം തന്നെ മാറ്റി മറയുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിൽ പ്രതികരിച്ച ഓരോരുത്തരും ഇത്തരത്തിൽ തന്നെ ചെറുപ്പം മുതൽ ആ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന് തങ്ങളുടെ ജീവിതത്തിലേക്ക് മേഖലയിലേക്ക് കടന്നവരാണ്. അവർ പറയുന്നത് ഈ ഖോഖോയിൽ മാത്രമല്ല മറ്റു പല സ്പോർട്സിലും അതിനുശേഷമൊക്കെ ഇവർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഓട്ടത്തിലും ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ കുട്ടികളെന്നാണ്. ഏതായാലും വളരെ സന്തോഷം. ഒരു സ്പോർട്സ് ആ പ്രദേശത്തിൻ്റെ ആകെ തന്നെ മുഖച്ഛായ മാറ്റുന്നു എന്നുള്ളതാണ്. സ്പോർട്സിന് അങ്ങനെയും കുറേ ശക്തികളുണ്ട്. അത്ര സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അത് കുറേ പേരുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ്. ചിലർക്ക് അത് ജീവൻ തന്നെയാണ്. അപ്പോൾ അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് അവർ ഖോഖോ കളിക്കുന്നത്. അതങ്ങനെ തുടരട്ടെ. 35 വർഷത്തിലധികമായി ആ ഒരു യാത്ര തുടങ്ങിയിട്ട് അത് ഇനിയും തുടരട്ടെ.